ഇസ്രയേലിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രാജ്യം ഒരേ സമയം രണ്ട് മുന്നണികളിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഒന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളാണെങ്കിൽ മറ്റൊന്ന് സ്വന്തം തെരുവുകളിൽ ആളിപ്പടരുന്ന ജനരോഷമാണ്. ടെല്ലവീവ് നഗരം ഈ ഇരട്ട പ്രഹരങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറി. നഗരത്തിന്റെ ഒരു വശത്ത് യുദ്ധത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ മറുവശത്ത് മിസൈൽ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ ജനങ്ങളെ ഭീതിയുടെ നിഴലിലാഴ്ത്തുന്നു. ടെല്ലവീവിലെ പ്രസിദ്ധമായ ഹബീമ സ്ക്വയറിൽ അരങ്ങേറിയ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ രാജ്യത്തെ ആഭ്യന്തര ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഗവൺമെന്റിന്റെ സൈനിക നടപടികളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. നിശ്ചിത എണ്ണം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്താൻ ഇസ്രയേൽ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകി. ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കെ തന്നെയാണ് പ്രതിഷേധം അക്രമാസക്തമായത്. പോലീസും പ്രകടനക്കാരും തമ്മിലുള്ള വാക്കേറ്റം പെട്ടെന്ന് തന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും തെരുവുകൾ സംഘർഷഭരിതമാവുകയും ചെയ്തു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. സമാധാനപരമായ പ്രതിഷേധം ലക്ഷ്യമിട്ടെത്തിയ പലരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. യുദ്ധം നീണ്ടുപോകുന്നതിലും അത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതിലുമുള്ള ജനങ്ങളുടെ കടുത്ത നിരാശയാണ് ഈ പ്രതിഷേധങ്ങളിൽ പ്രതിഫലിച്ചത്. ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കടുത്ത നിലപാടുകൾ ജനങ്ങൾക്കിടയിലുള്ള അതൃപ്തി വർദ്ധിപ്പിക്കാനേ സഹായിച്ചിട്ടുള്ളൂ എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷ ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് വിദേശത്തു നിന്നുള്ള സൈനിക ഭീഷണികൾ ഇരട്ടിയായി വർദ്ധിക്കുന്നത്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. മധ്യ ഇസ്രയേലിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴങ്ങിയ സൈറണുകൾ ജനങ്ങളെ ബങ്കറുകളിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചു. ഹൂതികളുടെ കടന്നാക്രമണം ഇസ്രയേലിന്റെ സുരക്ഷാ തന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ദൂരപരിധി കൂടിയ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുന്നു. ഹൂതികൾക്ക് പുറമെ വടക്കൻ ഇറാനിൽ നിന്നും പുതിയ മിസൈൽ ഭീഷണികൾ ഉയർന്നു വരുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന ഭീതി അന്താരാഷ്ട്ര സമൂഹത്തെയും ആശങ്കയിലാക്കുന്നു. ശത്രു രാജ്യങ്ങളിൽ നിന്നും സായുധ ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ സമയം ആക്രമണം നേരിടേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ സൈനിക ശേഷിയെ വലിയ രീതിയിൽ പരീക്ഷിക്കുന്ന ഒന്നാണ്. ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നിരന്തരമായുള്ള മിസൈൽ വർഷം ജനജീവിതത്തെ തളർത്തുന്നുണ്ട്. ഇസ്രയേൽ ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. തെരുവുകളിലെ ജനരോഷവും അതിർത്തി കടന്നു വരുന്ന മിസൈലുകളും ഒരുപോലെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളും നയതന്ത്രപരമായും സൈനികമായും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇസ്രയേലിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും വരാനിരിക്കുന്ന ദിനങ്ങൾ. സമാധാനത്തിനായുള്ള മുറവിളികളും യുദ്ധകാഹളങ്ങളും ഒരേ സമയം മുഴങ്ങുന്ന ടെല്ലവീവ് ലോകത്തിന് തന്നെ ഒരു വലിയ ആശങ്കയായി തുടരുന്നു.